കഴിഞ്ഞ 5 വർഷത്തോളം ആവുന്നു നിങ്ങളാവുന്ന സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകരെ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞൊരു വാക്കുണ്ട്, കിങ് മേക്കർ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇൻ്റർവ്യൂകൾ ബിഗ് ബോസിന് ശേഷം കൊടുത്തു തുടങ്ങിയപ്പോൾ വമ്പൻ മീഡിയയ്ക്ക് കൊടുക്കുകയുള്ളൂന്നോ എക്സ്പീരിയൻസിനും ഇത്രത്തോളം മില്യൺ അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കേ കൊടുക്കുകയുള്ളൂന്നോ ആരോടും പറഞ്ഞിട്ടില്ല. മറിച്ച് ഞാൻ അന്നും പറഞ്ഞത് തുടക്കക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തോടുന്നത്, അല്ലേ? സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് നിങ്ങളിൽ പലരും അന്ന് തുടക്കക്കാരായിരുന്നു, അവർക്കെല്ലാം അറിയാം നിങ്ങളൊന്നും അല്ലായിരുന്ന സമയത്തെ ഞാൻ നിങ്ങളോടൊപ്പം കൂടിയതാണ്. ഇപ്പം നിങ്ങൾ കുറേ പേർ വലിയ ചാനലുകളായി. ഈ തുടക്കക്കാരെ വളർത്തുക, ഉയർത്തുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മലയാളത്തിൽ വളരെ കുറവായിട്ട് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. അതിന് തെളിവ് നിങ്ങൾ കുറേ പേരുണ്ട്. ഇവിടെ ഇപ്പം 100 കണക്കിന് ചാനലുകൾ നമ്മുടെ എറണാകുളം ടൗണിലുണ്ട്, ജില്ലയിലുണ്ട്. അപ്പം ഇവിടെ ഈ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ സംവിധായകനായ റോഷൻ കോന്നിയെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ തുടക്കക്കാർക്കും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അവരെയെല്ലാം നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ അടുത്തായിട്ട് ഞാൻ കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ചിലർ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞാണ്, ഈ സ്ക്രിപ്റ്റും കൊണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇന്ന ആർട്ടിസ്റ്റ് പറഞ്ഞു, ഇന്ന പ്രൊഡ്യൂസർ പറഞ്ഞു, ഓ നിങ്ങൾ ഇതിന് മുമ്പ് ഏത് സിനിമയാണ് ചെയ്തത്, നിങ്ങൾ ഏത് വർക്കാണ് ചെയ്തത്? ഇല്ല സാർ, ഞാൻ ആദ്യമായിട്ടാണ്. അത് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് തട്ടിവിട്ട സമയത്ത് തുടക്കക്കാരനായ റോഷൻ താൻ എഴുതിയ തൻ്റെ സഹധർമ്മിണി വൈഫ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മെനഞ്ഞെടുത്ത ആ സ്ക്രിപ്റ്റും കൊണ്ട് പലപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ സ്ക്രിപ്റ്റും കൊണ്ട് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ വീടുകളിലാണ് പോയി കാവൽ നിൽക്കുന്നത്, ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നതൊക്കെ. ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ ദൈവാനുഗ്രഹമുള്ള നല്ല മനസ്സുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അറിയാൻ ഞാൻ ഇരുത്തി സൂചിപ്പിക്കുന്നൊന്നുമല്ല, കാരണം ഉള്ളത് സത്യമായിട്ട് ഞാൻ പറയുന്ന ഒരാളാണ്. ഇടത്തൊടി ഭാസ്കരൻ എന്ന് പറയുന്ന ചേട്ടനിലേക്ക് ഇവരെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഞങ്ങളെ സംബന്ധിച്ചുള്ള വിജയം. അദ്ദേഹം ഈ കഥ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കിയില്ല. അദ്ദേഹം ഒരുപാട് മുൻനിര സിനിമാ സംവിധായകന്മാരുടെ സുഹൃത്താണ്. ഒന്നുകൂടെ ഒരു പരാജയം എടുത്തു പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നമ്മുടെ കൂടെയുള്ള മുൻനിര ആർട്ടിസ്റ്റ് ഇടത്തൊടി ഭാസ്കരൻ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കമാണ്. ഉണ്ണിയുടെ അച്ഛനും സാറുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റുകളെ വെക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ഭാസ്കരൻ ചേട്ടൻ അത് ചെയ്തില്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് മുൻനിരയിലുള്ള 100 കണക്കിന് പുതിയ തലമുറയിലെ പുതിയ താഴെത്തട്ടിലുള്ള മിടുക്കരായ കുട്ടികളെ, വ്യക്തികളെ, ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് പേരെ കൈപിടിച്ചുയർത്താനും അവസരം കൊടുക്കാനുമാണ് ശ്രമിച്ചത്. അങ്ങനെയുള്ള ആ ഒരു പടത്തിന്റെ ഫൈനലാണ് കിരാത എന്ന് പറയുന്ന സിനിമയിലൂടെ ഈ ജനുവരി 23 പുറത്തിറങ്ങുന്നത്.